വർക്കല ആശാവർക്കർമാർ 17 ദിവസമായി നടത്തിവരുന്ന സമരത്തിന് KPCCയുടെ ആഹ്വാനപ്രകാരം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചെമ്മരുതി മുട്ടപ്പലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെമ്മരുതി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ഐക്യദാർഢ്യ ധർണ DCC ജനറൽ സെക്രട്ടറി P. വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാർ ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ധർണയിൽ പങ്കെടുത്തു. മുട്ടപ്പലം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ തച്ചോട് അധ്യക്ഷത വഹിച്ചു. ചെമ്മരുതി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രജിത്ത് സ്വാഗതം പറഞ്ഞു. ഇക്ബാൽ നടേറ, പ്രശാന്ത് പനേറ രാജു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശശീന്ദ്ര, ജയലക്ഷ്മി, RSP ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ചെമ്മരുതി ശശികുമാർ, UDF ചെമ്മരുതി പാർലമെന്ററി പാർട്ടി ലീഡർ മണിലാൽ ഞക്കാട്, സുനിൽ കുമ്പക്കാട് എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവ് സാജൻ കൃതജ്ഞത പറഞ്ഞു. ബഹുമാന്യരെ, സംസ്ഥാന വ്യാപകമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് ഓഫീസ് സംസ്ഥാനത്തൊട്ടാകെയുള്ള എല്ലാ പഞ്ചായത്ത് ഓഫീസിൻ്റെയും ഫ്രണ്ടിൽ നടക്കുന്ന ധർണ ആണ് ഇവിടെ നടക്കുന്നത്. ഈ ധർണയിൽ പങ്കെടുക്കാനായിട്ട് ഈ സമരത്തെ വിജയിപ്പിക്കാനെത്തിയ എല്ലാവരെയും ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സമരത്തിന് പ്രസക്തി എന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന ഒരു വിഭാഗം, 7000 രൂപ ശമ്പളം വാങ്ങുന്ന, ഓണറേറിയം വാങ്ങുന്ന ഒരു വിഭാഗത്തിന് വേണ്ടിയാണ് ഈ സമരം. അത് സർക്കാർ കണ്ടില്ല എന്ന് നടിച്ച് കണ്ണടച്ചിരിക്കുകയാണ്. അത് മാറ്റണം, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ യോഗം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. അതിജീവനത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ LDF ഗവൺമെൻറ്റും LDF ആൾക്കാരും ഇതിനെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശം ആണ് അവർ ചോദിക്കുന്നത്. ജീവിക്കാൻ വേണ്ടി തുച്ഛമായ വേതനത്തിൽ പണിയെടുക്കുന്ന ഈ ആശാവർക്കർ ഏകദേശം 2.5 ആളിൻ്റെ പണിയെടുക്കുമ്പോൾ ഒരു 0.5% പോലും അവർക്ക് വേതനം കൊടുക്കാതെയാണ് ഈ ഗവൺമെൻറ് ഈ ആശാവർക്കറെ കൊണ്ട് പണികൾ എടുപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്ന് ഏകദേശം 4 ലക്ഷത്തോളം രൂപയാണ് PSC മെമ്പർക്ക് ഇന്ന് കൂട്ടിക്കൊടുത്തിരിക്കുന്നത്. അവർക്ക് ഒരു ദിവസം അവരുടെ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ 12,000 13,000 രൂപ. ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, ആശമാരെ, നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ഈ സമരം ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇന്ന് അവർ പറയുന്ന 7000 രൂപ നമുക്ക് തരുന്നുണ്ട്, 2000 രൂപ കേന്ദ്ര സർക്കാരും തരുന്നുണ്ട്. പക്ഷേ 7000 രൂപ ആക്കിയതെന്ന് ഈ അടുത്ത സമയത്താണ്. 9 വർഷങ്ങൾക്ക് മുമ്പ് അവർ പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാർ 1000 രൂപയാണ് തന്നത്. അന്ന് 1000 രൂപ തരുന്ന സമയത്ത് ഈ സാധനങ്ങൾക്കൊക്കെ ഈ തീവില ഉണ്ടായിരുന്ന. ഇന്ന് 1 കിലോ അരിക്കൊക്കെ എത്ര രൂപയാണ്? ആ പൈസ വെച്ച് നമുക്ക് ഇന്ന് ജീവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രിയ സഹോദരിമാർ ഈ ഇത്രയും ചൂട് സഹിച്ചുകൊണ്ട് 18 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുമ്പ് കടന്നിട്ടും അവരതിനെ പുച്ഛിച്ച് തള്ളുന്നു. സ്ത്രീകളാണ്, എന്നിട്ട് പോലും ആരോഗ്യമന്ത്രിയും ഒരു സ്ത്രീയാണ്. എന്നിട്ടും അവർക്ക് ഈ വനിതകളുടെ അവസ്ഥ മനസ്സിലാകുന്നില്ല. ഈ 7000 രൂപ നമുക്ക് തരുന്നത് തന്നെ 3-4 മാസം കൂടുമ്പോൾ. പിന്നെ ഇൻസെൻറ്റീവ് അത് കേന്ദ്ര സർക്കാരാണ് തരുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യണം, ഇവർക്ക് തരാൻ പറ്റൂലെന്നാണ് പറയുന്നത്. ഇവരല്ലേ കേന്ദ്രത്തിൽ പോകേണ്ടത്? സംസ്ഥാനം ഭരിക്കുന്നതാണ്. നമ്മൾ ആശാമാർക്ക് കേന്ദ്രത്തിൽ പോയി സമരം ചെയ്ത് നേടാൻ പറ്റുമോ? നമുക്ക് ഇവിടെ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മൾ സമരം ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്. അപ്പോൾ ഇവർ നമ്മളെ അടിച്ചമർത്താൻ നോക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ഒരു മെമ്മോറണ്ടം ഇറക്കിയിട്ടുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറി ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ അവർ സന്നദ്ധ പ്രവർത്തകരെ ഇറക്കി ജോലി ചെയ്യിക്കുമെന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. നമ്മൾ ആശുപത്രിയിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കില്ല, ഒരിക്കലും വിട്ടുകൊടുക്കില്ല. എന്ന് വെച്ചാൽ 18 വർഷവും 20 വർഷമായി നമ്മൾ ഈ ജോലിക്ക് കയറിയിട്ട്. ഈ സ്ത്രീകൾ മാത്രമുള്ള ഒരു സംഘടന ആയതുകൊണ്ടായിരിക്കാം അവർ അടിച്ചമർത്തുന്നത്. പക്ഷേ ഒരിക്കലും അവർ ആ സമരത്തിൽ നിന്ന് നമ്മൾ പിന്മാറൂല. സമരം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഒരു പഞ്ചായത്തിനെയും കൊണ്ട് അവരെ ആൾക്കാരെ തിരികെ കയറ്റാൻ ഈ ഇതിൽ നമ്മൾ സമ്മതിക്കില്ല എന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് തന്നെ സമരം ചെയ്യും. പിന്നെ ഇന്ന് രാവിലെയാണ് ഇത് അറിഞ്ഞത്. അതുകൊണ്ട് കുറേ പേർക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല.
പിന്നെ ഈ 7000 രൂപ കൊണ്ട് ഇന്ന് എങ്ങനെ ജീവിക്കുമെന്നാണ് പറയുന്നത്. വീട്ടിൽ ഭർത്താവൊക്കെ വിധവകളുണ്ട്, പിന്നെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയവരുണ്ട്, മക്കൾ സുഖമില്ലാതെ കിടക്കുന്നവരുണ്ട്. അപ്പോൾ ഈ 7000 രൂപ കൊണ്ടുപോയി ആ കുടുംബം മൊത്തം നോക്കാൻ ഒരു സ്ത്രീക്ക് പറ്റൂ? ഇന്ന് 50-55 വയസ്സായ പ്രായമായവരാണ് ആശമാർ. ഇനി ഒരു ജോലിക്ക് അവർക്ക് പോകാക്കൂല. ഈ ആശാ വർക്കർ ജോലി ചെയ്യുന്ന സമയം വരെ നമുക്ക് വേറൊരു ജോലി ചെയ്യാൻ വെക്കില്ല. ഏത് സമയത്താണ് അവർ വിളിച്ച് ഇന്നത് ചെയ്യുന്നു ഓൺലൈൻ കൂടി വാട്സാപ്പിൽ കൂടി ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള നമുക്ക് വേറൊരു ജോലിക്ക് ഇറങ്ങി പോകാനും പറ്റില്ല. അപ്പം നമ്മൾ ഈ എല്ലാവരും വന്ന് ഇവരൊഴിച്ച് CIT ആണ് നമ്മളെ കൊണ്ട് ഈ സമരം ചെയ്യിപ്പിച്ചത്. CIT ആർത്തി ഒരു ദിവസം കൊണ്ടുവന്നിട്ട് ഇതേ ആവശ്യങ്ങൾ നമ്മൾ ഈ 62 ചെമ്മരുതി മണ്ഡലം പ്രസിഡന്റുമാർ, പാർലമെൻ്ററി പാർട്ടി ലീഡർ മണ്ണാൽ സാറ്, ഇവിടെ കൂടിയിരിക്കുന്ന മെമ്പർമാർ, ആശമാർ, RSPയുടെ നേതാവ് ശശികുമാർ, നമ്മളെല്ലാം ഇന്ന് ഈ സമരം ഇവിടെ പ്രഖ്യാപിച്ചത് ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഇന്ന് 18 ദിവസമായി ഈ പൊരിവെയിലത്ത് അവർ നടത്തുന്ന സമരം സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അവരുടെ ജോലിയാണെന്നും അവർ ഇതാണെന്നും ആരോഗ്യ വീണ ജോർജ് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ PHകളിൽ ഒരു നഴ്സുമാരും അവരവിടെ ഇരുന്ന് ചെയ്യുന്ന പ്രവൃത്തി വളരെ വലുതാണ്, മഹനീയമാണ്. എന്നാൽ അതിനുവരെ ഈ ആശമാർ ഈ വാർഡുകളിലിറങ്ങി വ്യാപകലില്ലാതെ അവർ അധ്വാനിക്കുന്ന അവരുടെ പ്രവൃത്തികൾ, അവരിതിനെക്കുറിച്ചും ആ പ്രദേശത്ത് എന്തൊക്കെ അസുഖങ്ങളും DCC സെക്രട്ടറി ശ്രീ വിജയൻ സാർ, മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പനേറ രാജു, മണ്ഡലം പ്രസിഡന്റുമാരായ ശ്രീ സുനിൽ ശ്രീധർ, ശ്രീ ബ്രജിത്ത്, പഞ്ചായത്ത് അംഗങ്ങളെ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സഹപ്രവർത്തകരെ, നമുക്കറിയാം ഈ ഒരു സമരം തുടങ്ങി വെച്ചത് CITU ആണ്. അവരിപ്പോൾ ഇതിൽ നിന്ന് തിരിഞ്ഞു മാറിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുകയാണ്. ഇന്നലെ ഒരു സഖാവ് ചാനൽ ചർച്ചയിലിരുന്ന് പറഞ്ഞത് നിങ്ങൾ എത്ര മാസം കുറേയധികം കാര്യങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞു. എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു കാര്യം, ഇത്രയും ഇടതുപക്ഷത്തിൻ്റെ ഒരു നേരിയ ചായ്വ് പോലും ഇല്ലാതെ ഈ ഗവൺമെൻറ് ഇങ്ങനെ മാറിപ്പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, ഒരുപാട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ കേരളം ഭരിച്ചിട്ടുണ്ട്, ഒരുപാട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുണ്ട്. ഇത്രയ്ക്ക് ഇങ്ങനെ പൂർണ്ണമായും ലെഫ്റ്റ് ലൈൻ ഉപേക്ഷിച്ച ഒരു ഗവൺമെൻറ് ആദ്യമായിട്ടാണ് കേരളം ഭരിക്കുന്നത്. എത്ര സമരങ്ങളാണ്, അനാവശ്യമായ സമരങ്ങൾ ഈ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് ഈ പാർട്ടി ഈ നാട്ടിൽ നടത്തിയിട്ടുള്ളതെന്ന് നമ്മൾ ആരും മറന്നിട്ടില്ല. ഈ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് ഇത്രയും നഷ്ടം വന്നത് ഈ പോസ്റ്റുകളടക്കം മൊത്തം ഈ പനേറ അടക്കം പോസ്റ്റുകൾ മുറിച്ചിട്ടിട്ടായിരുന്നു അവർ സമരം ചെയ്യുന്ന കാലത്ത്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, എത്ര വണ്ടികളാണ് അവർ തകർത്തിട്ടുള്ളത്. അങ്ങനെ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് ഈ നാടിനെ അവതാളത്തിലാക്കിയ സമരങ്ങൾ മൊത്തവും ചെയ്തത് ഈ ഇടതുപക്ഷം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇവർ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും അത്രയും അവർ സമരം ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ട ഈ നാട്ടിൽ എന്തുകൊണ്ടും പ്രയോജനപ്പെടുന്ന ജോലി ചെയ്യുന്ന ഈ പാവങ്ങൾക്ക് അവരാവശ്യപ്പെടുന്നതൊന്നും അനാവശ്യമായ കാര്യമല്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ള അല്ല പ്രധാന വിഷയം. അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നതല്ല പ്രധാന വിഷയം. അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ആരും. അവർക്ക് പെൻഷനാകുമ്പോൾ അവർക്ക് പെൻഷൻ കൊടുക്കണം, പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കണം, അവരെ സർക്കാരിൻ്റെ സ്ഥിര ജീവനക്കാരായി പരിഗണിക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അംഗൻവാടി ടീച്ചർമാരെ ഇപ്പോൾ അങ്ങനെ പരിഗണിക്കുകയും അവർക്ക് പെൻഷൻ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ആശാവർക്കർമാർ അതിനേക്കാൾ വലിയ മഹത്തായ ജോലിയല്ലേ ചെയ്യുന്നത്. നമ്മളൊരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം പറയാം. നമുക്ക് എന്ത് സംശയം വേണമെങ്കിലും ആ വാർഡിനെക്കുറിച്ച്, ഏതെങ്കിലും വീടിനെക്കുറിച്ചൊരു സംശയം വന്നാൽ ആദ്യം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആശാവർക്കറെയാണ്. അവരിൽ ഇല്ലാത്ത ഒരു ഡീറ്റെയിലും ഇല്ല. അവരിലാണ് എല്ലാ ഡീറ്റെയിലും ഉള്ളത്. അവരാണ് എല്ലാ വീടുകളുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുന്നത്. അവർക്കാണ് അവിടെ എത്ര കിടപ്പരോഗികളുണ്ട്, എത്ര വയോജനങ്ങളുണ്ട്, എത്ര ഗർഭിണികളുണ്ട്, എത്ര വനിതകളുണ്ട്, എല്ലാ മൊത്തം ഡീറ്റെയിലും ഒരു ആശാവർക്കറുടെ കയ്യിലുണ്ട്. അവിടെ എന്ത് വിഷയം ഉണ്ടെങ്കിലും ആശാവർക്കർ അറിയാത്ത ഒരു വിഷയം നമ്മുടെ നാട്ടിൽ, ആരോഗ്യപരമായ വിഷയം നമ്മുടെ നാട്ടിൽ നടക്കില്ല. അത്ര കീൻ അറ്റൻഷനോടുകൂടി ഈ ജോലി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ പാവപ്പെട്ട അവർ നേരത്തെ ആരോ പറഞ്ഞു വനിതകളായി പോയതുകൊണ്ടാണോ നമ്മുടെ ഈ സമരത്തെ ഇവരിങ്ങനെ അവഗണിക്കുന്നതെന്ന്. ഒരു കാരണം അതുതന്നെയാണ്. വനിതകൾക്ക് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു ധാരണ ഈ ഗവൺമെൻറ്, ഈ ധിക്കാരപരമായി മാത്രം പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റുണ്ട്. അതാണ് അവരുടെ ഈ പാവങ്ങൾ, ഈ പാവപ്പെട്ട ആശമാർ അനുഭവിക്കുന്ന വേദനകൾ മെമ്പർമാരായ ഞങ്ങൾ കാണുന്നതാണ്. പഞ്ചായത്തിൽ 4 ആൾ കൂടണമെങ്കിൽ ഒരു ആശമാർ വരണം.
അവർ എവിടെയെങ്കിലും നടക്കണമെങ്കിൽ ആശമാർ വേണം. ഈ പറഞ്ഞ ഈ കോവിഡ് സമയത്തൊക്കെ അവരനുഭവിച്ച ദുഃഖങ്ങൾ നേരിട്ട് അനുഭവപ്പെട്ടതും കണ്ടതും ആയ ഒരാളാണ്. അവരോടൊപ്പം ഈ പല ഹോസ്പിറ്റലിൽ പോകുന്നതിന് ഞാൻ ഇറങ്ങിയ ഒരാളാണ്. ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനസമൂഹം അവരുടെ പ്രവൃത്തിയിലൂടെ അവർ തെളിയിച്ചിട്ടുള്ളതാണ്. ഈ പറഞ്ഞവർക്ക് മാലാഖമാരെന്ന് പറയുന്നു. എന്ത് മാലാഖമാർ? അവർക്ക് എന്തേലും മാലാഖമാർ എന്നുള്ള ഒരു വാക്കുകൊണ്ടായോ? വാക്കുകൊണ്ടായില്ലല്ലോ. അവരുടെ വീട്ടിലെ കലത്തിൽ അരിയിട്ടാൽ മാത്രമേ അവരുടെ പട്ടിണി മാറൂ. അല്ലാതെ ഇത് വാക്കുകൊണ്ട് മാത്രം മാറുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു സമാധാനപരമായ അവർക്ക് ലഭിക്കുന്ന ഒരു അനുകൂലമായ ഒരു നടപടി. സ്ട്രേറ്റ് ഫോർവേഡ് ചെമ്മരുതി.